ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്താൻ പുതിയ വൈറസുമായി എത്തിയിരിക്കുകയാണ് ചതിയൻ ചൈന. ലോകം ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. ഏതാണ് ഈ വൈറസ്? ഇതിൽ മറഞ്ഞിരിക്കുന്ന ചൈനയുടെ ചതി എന്തായിരിക്കും? നമസ്കാരം, ഇന്നടും മലയാളത്തിലേക്ക് സ്വാഗതം. ചൈനയിലെ ഹെയ്ബൈ മെഡിക്കൽ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് എബോളയുടെ ഭാഗങ്ങൾ ഉപയോഗിച്ച് മാരകമായ ഒരു വൈറസിനെ രൂപകൽപ്പന ചെയ്തത്. ഈ വൈറസിന് 3 ദിവസത്തിനുള്ളിൽ മനുഷ്യനെ കൊല്ലാൻ സാധിക്കും. പരീക്ഷണം നടത്തിയ ജീവികളെ വെറും 3 ദിവസം കൊണ്ട് ജനിതകമാറ്റം വരുത്തിയ വൈറസ് കൊന്നിരുന്നു. ഒരു കൂട്ടം സിറിയൻ ഹാംസ്റ്ററുകളിലാണ് ശാസ്ത്രജ്ഞർ ഈ പരീക്ഷണം നടത്തിയത്. സയൻസ് ഡയറക്റ്റിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ചൈനയിലെ ഗവേഷകർ എബോള വൈറസിൽ കണ്ടെത്തിയ ഗൈക്ലോപ്രോട്ടീൻ ഉപയോഗിച്ചതായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മനുഷ്യ ശരീരത്തിലുടനീളം വ്യാപിക്കുകയും ലാബിലുള്ളവരെ രോഗികളാക്കി മാറ്റിയുമെന്നുമാണ് പുറത്തുവരുന്ന വിവരം. 1ൽ കൂടുതൽ അവയവങ്ങളെ ഈ വൈറസുകൾ നശിപ്പിക്കും. റിപ്പോർട്ട് അനുസരിച്ച് വൈറസ് പരീക്ഷിച്ച മൃഗങ്ങളുടെ കണ്ണുകളുടെ ഉപരിതലത്തിൽ ചുണങ്ങ് വരികയും പിന്നീട് അവയുടെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. മനുഷ്യനെ ദിവസങ്ങൾ കൊണ്ട് വകവരുത്തുന്ന ഈ വൈറസ് ലോകത്തിന് തന്നെ ഭീഷണിയാകുമെന്നാണ് കരുതുന്നത്. ഇത്തരത്തിൽ മനുഷ്യരാശിക്ക് മുഴുവൻ ദോഷം വരുത്തുന്ന പരീക്ഷണങ്ങളാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് എക്കാലത്തും ഉണ്ടായിട്ടുള്ളത്. ഉയർന്ന മരണനിരക്കും ഗുരുതരമായ രോഗലക്ഷണങ്ങളുമുള്ള എബോള ഏറ്റവും ഭയപ്പെടുത്തുന്ന വൈറസുകളിൽ ഒന്നാണ്. 2014നും 2016നും ഇടയിലാണ് അവസാനമായി എബോള പൊട്ടിപ്പുറപ്പെട്ടത്. ഇത് നിരവധി പശ്ചിമേഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളെ ബാധിക്കുകയും ആയിരക്കണക്കിന് മരണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. ഇതാദ്യമായല്ല ചൈന ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ കൊറോണ വൈറസ് ചൈനയിലെ ഒരു ലാബിൽ നിന്നായിരുന്നു ചോർന്നത്. ഈ ആരോപണം നിലനിൽക്കെയാണ് ലോകത്തിന് തന്നെ ഭീഷണിയായ മറ്റൊരു വൈറസിനെ ചൈന സൃഷ്ടിച്ചിരിക്കുന്നത്. കോവിഡിൽ നിന്ന് ലോകം കരകയറി വരുന്നതേയുള്ളൂ. ലോകം മുഴുവൻ ബാധിച്ച മഹാമാരിയായിരുന്നു കോവിഡ്-19. കോടിക്കണക്കിന് ആളുകൾ കോവിഡ് മൂലം മരണപ്പെട്ടു. അതിജീവിച്ചവർക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. പലരും ഇപ്പോഴും ചികിത്സയിലാണ്. കോവിഡ് കാലത്ത് നാം കണ്ട ഏറ്റവും ദയനീയമായ കാഴ്ചകളിൽ ഒന്നായിരുന്നു ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞത്. ആരോഗ്യരംഗത്തുള്ളവർ നേരിട്ട വെല്ലുവിളി വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല. ലോകം മുഴുവൻ സഞ്ചരിച്ച മനുഷ്യൻ കോവിഡ് കാലത്ത് വീടിനുള്ളിൽ തളയ്ക്കപ്പെട്ടു. അനേകം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. സാമ്പത്തികമായി തകർന്നു. അതിനിടയിലാണ് ചൈന പുതിയ വൈറസുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ചൈന ഇത് എന്ത് ഭാവിച്ചാണെന്നാണ് ലോകരാജ്യങ്ങൾ ചോദിക്കുന്നത്. ലോകം മുഴുവൻ പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന ചൈന പോലൊരു രാജ്യം ഇത്തരത്തിൽ ഒരു വൈറസ് ഉണ്ടാക്കിയത് ലോകത്തിനൊട്ടും നല്ലതല്ലെന്നാണ് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത്. ചൈന ഈ വൈറസിനെ എങ്ങനെ ഉപയോഗിക്കുമെന്ന ആശങ്കയിലാണ് ലോകം മുഴുവൻ ഇപ്പോഴുള്ളത്. മറ്റു രാജ്യങ്ങളോടുള്ള ചൈനയുടെ വെല്ലുവിളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തായ്വാനെ പിടിച്ചടക്കാൻ നിരന്തര ശ്രമങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കപ്പലുകളും വിമാനങ്ങളും എല്ലാം അയച്ച് തായ്വാനെ ചൈന നിരീക്ഷിച്ചു വരുന്നു. ഫിലിപ്പീൻസും ജപ്പാനുമായും അത്ര രസത്തിലല്ല ചൈനയുടെ പോക്ക്. ചൈന കടലിന്റെ പേരിൽ ഫിലിപ്പീൻസിനെയും ജപ്പാനെയും നിരന്തരം പ്രകോപിപ്പിക്കുന്നുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഭൂട്ടാനെയും നേപ്പാളിനെയും വരുതിയിലാക്കാനുള്ള നീക്കങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ട്. ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ ചൈന ഭീഷണിയായി മാറുകയാണ്. കോവിഡിനേക്കാളും വലിയ മഹാമാരിയാണോ ഇനി വരാൻ പോകുന്നതെന്ന ചോദ്യം ലോകത്തിന് മുന്നിലുണ്ട്. ചൈന ഈ വൈറസിനെ വെച്ച് ഭാവിയിൽ ഏതെങ്കിലും രീതിയിലുള്ള വിലപേശൽ നടത്തുമോ എന്ന് ചിന്തിക്കുന്നവരും കുറവല്ല. എന്തായാലും ആശങ്കയോടെ അല്ലാതെ ഈ വൈറസിനെ ലോകത്തിന് കാണാൻ സാധിക്കില്ല. കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത ചൈനയാണ് ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ ചൈനയ്ക്കെതിരെ അണിചേരുന്ന കാലം വിദൂരമല്ല. ന്യൂസ് ഡെസ്ക്, ഇന്നടും മലയാളം.